ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് അവർ നശിച്ചു പോകുന്നു. അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെയും പട്ടിണി കിടക്കുവാൻ അത് ഇടയായി തീരുന്നു. അവർ അടിമത്തത്തിലേക്ക് പോകുവാൻ കാരണമായി തീരുന്നുവെന്ന് 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആ അറിവിലേക്ക് നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മുടെ ജീവിതത്തെ ആ ജ്ഞാനത്തിലേക്ക്, ആ അറിവിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന നിലയിലേക്ക്, അതിന് അവകാശികളായി നമ്മൾ മാറുവാൻ കഴിയുന്ന നിലയിൽ നമ്മെ മാറ്റിയെടുക്കുവാൻ, പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയുകയാണ്. വളരെ വ്യക്തമായി അതിന് തൊട്ട് മുകളിലുള്ള വാക്യം പറയുന്ന കാര്യമുണ്ട്: ഇവർ അതിരാവിലെ ചിലതിനു വേണ്ടിയൊക്കെ ഓടുന്നുണ്ടോ? എന്തിനു വേണ്ടിയാ? മദ്യപാനത്തിന് വേണ്ടി ഓടുന്നവരാണ്. അവരുടെ വിരുന്നുകളിൽ എല്ലാം ഉണ്ട്. തപ്പുണ്ട്, വീണയുണ്ട്, കിന്നരമുണ്ട്, എല്ലാം ഉണ്ട്. ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളുമുണ്ട്. അവിടെ ദൈവത്തിന്റെ മഹത്വം മാത്രം കാണുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ ഒന്ന് കാണുവാൻ, ഈ ദൈവത്തിന് തക്ക വിധത്തിൽ മഹത്വം കൊടുത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ പദ്ധതിയിലേക്ക് കയറുവാൻ സ്വർഗം തന്ന സ്വർഗീയ ദർശനമാണ് തീരദേശ മേഖലകളിലെ ആത്മീയ ഉണർവ്. ഇന്ന് കന്യാകുമാരി ജില്ലയുടെ പട്ടണം ഹാർബർ മുതൽ കേരളക്കരയുടെ കാസർഗോഡ് വരെയുള്ള തീരദേശ ഗ്രാമങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടോ, 2007 സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നൊരു ആത്മീയ ഉണർവുണ്ട്. അതുപോലെ തന്നെ സ്വർഗം എനിക്ക് തന്ന ഒരു സ്വർഗീയ ദർശനമുണ്ട്. പാരമ്പര്യത്തിന്റെ കോട്ടകൾ വിട്ട് ജനം നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്ന ആ ദർശനം അനേകരെ നിത്യതയുടെ അവകാശികളാക്കി മാറ്റുവാൻ